എഡ്യൂസ്മാർട്ട് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പരമ്പരാഗത പരീക്ഷാ രീതികളിൽ മാറ്റം വരുത്തുന്നതിന്റെ ഭാഗമായുള്ള ഓപ്പൺ ബുക്ക് പരീക്ഷ അടുത്ത വർഷം മുതൽ 4 വർഷ ബിരുദ കോഴ്സുകളിലും വരും. പുസ്തകമോ ഗൈഡോ ക്ലാസ് നോട്ടോ തുറന്നുവെച്ച് ഉത്തരങ്ങൾ എഴുതുന്നതല്ല, റഫർ ചെയ്ത് ചിന്തിച്ച് ഉത്തരം കണ്ടെത്തേണ്ട പരീക്ഷാ രീതിയാണിത്. ബുദ്ധിയും വിശകലന ശേഷിയും ഉപയോഗിച്ച് ഉത്തരമെഴുതേണ്ട ചോദ്യങ്ങളാവും ഉണ്ടാവുക. ഓപ്പൺ ബുക്ക് പരീക്ഷയ്ക്കായി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തയ്യാറാക്കിയ കരട് ചട്ടം സർക്കാർ അംഗീകരിച്ച് വാൾസിറ്റികൾക്ക് കൈമാറിയിട്ടുണ്ട്. ബോർഡ് ഓഫ് സ്റ്റഡീസുകളാണ് ഏതൊക്കെ കോഴ്സുകളാണ് ഓപ്പൺ ബുക്ക് വേണ്ടതെന്ന് തീരുമാനിക്കുക. പ്രോബ്ലം സോൾവിംഗ് രീതിയിലുള്ളതായിരിക്കും ചോദ്യങ്ങൾ. വിദ്യാർത്ഥികളുടെ അപഗ്രഥന ശേഷിയാവും വിലയിരുത്തുക. നന്നായി പഠിക്കുന്നവർക്ക് ഇത് കണ്ടെത്താനാവൂ. കുട്ടികളുടെ ചിന്ത, പ്രശ്നപരിഹാരം, ടീം വർക്ക്, ആശയവിനിമയം, സാമൂഹ്യ ഇടപെടൽ എന്നിവയ്ക്കുള്ള ശേഷി കൂട്ടാനും സൃഷ്ടിപരമായ കഴിവുകൾ വികസിപ്പിക്കാനും ലക്ഷ്യമിട്ട് 4 വർഷ ബിരുദത്തിലുള്ള ഫൗണ്ടേഷൻ കോഴ്സുകളിലാവും ആദ്യം ഓപ്പൺ ബുക്ക് പരീക്ഷ. വിശകലനാത്മകമായ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതും ഉത്തരസൂചിക പോലുമില്ലാതെ മൂല്യനിർണ്ണയം നടത്തുന്നതും അധ്യാപകർക്കും വെല്ലുവിളിയാകും. ബുദ്ധിവൈഭവവും കാര്യക്ഷമതയും അളക്കേണ്ടതിനാൽ മൂല്യനിർണ്ണയത്തിന് ഏകീകൃത മാനദണ്ഡം അസാധ്യമാവും. ചോദ്യങ്ങളുടെയും അധ്യാപനത്തിന്റെയും രീതി മാറും. വിഷയം നന്നായി മനസ്സിലാക്കിയാലേ ഗുണമുള്ളൂ. പാഠ്യവിഷയം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാവും പരീക്ഷിക്കപ്പെടുക. പഠിച്ചത് പ്രായോഗികമായി ഉപയോഗിക്കാനുള്ള കഴിവ് വിലയിരുത്തും. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ: വിഷയം ഉൾക്കൊണ്ട് പഠിക്കാൻ സാധിക്കും, കോപ്പിയടി ഇല്ലാതാക്കാൻ സാധിക്കും, ചിന്തയും വിശകലനവും കൂടും, പഠന നിലവാരം ഉയരും, കൂടാതെ പരീക്ഷാ സമ്മർദ്ദം കുറയുകയും ചെയ്യും. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ 6 കഴിവുകളാണ് പരിശോധിക്കുന്നത്: മനസ്സിലാക്കാനുള്ള കഴിവ്, അപഗ്രഥനം, പ്രയോഗിക്കാനുള്ള കഴിവ്, വിശകലനം, വിലയിരുത്തൽ, ക്രിയാത്മകത തുടങ്ങിയവ.